പാറോത്തുന്നീരിൽ നടത്തിയ മഞ്ഞൾ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മൾട്ടിപർപ്പസ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പാറോത്തുന്നീരിൽ നടത്തിയ മഞ്ഞൾ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. യോഗത്തിൽ പഞ്ചായത്ത് അംഗം പി വി വിജയൻ സ്വാഗതം പറഞ്ഞു. ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു വർഷം മുമ്പെയാണ് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. അതിൽ കൃഷിയിലൂടെ വ്യവസായത്തിലേക്ക് എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. മറ്റ് വിവിധ മേഖലകൾ ആലോചിച്ചെങ്കിലും പെട്ടെന്നൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ കൃഷിയിലൂടെ വ്യവസായത്തിലേക്ക് പോകാമെന്നൊരു തീരുമാനം സൊസൈറ്റി എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മഞ്ഞൾ കൃഷിയാണ് കുറച്ച് ലാഭകരം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ രംഗത്ത് മഞ്ഞൾ കൃഷി നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ചെറുപുഴ പഞ്ചായത്ത് കൃഷി ഓഫീസിൻ്റെ പൂർണ്ണമായ സഹകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 20,000-ഓളം ഉറുപ്പിക നമുക്ക് അതിൻ്റെ സബ്സിഡി ആയിട്ടും നമുക്ക് തന്നിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ട് ഇത് തുടർച്ചയായി നമ്മുടെ പഞ്ചായത്തിൻ്റെ മഞ്ഞൾ ക്ഷാമം പരിഹരിക്കാൻ വേണ്ടി മഞ്ഞളുടെ സ്വയം പര്യാപ്ത ഗ്രാമമായി നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിനെ മാറ്റണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് തുടങ്ങിയിട്ടുള്ളത്. അതിന് എല്ലാവിധ പിന്തുണയും നമ്മുടെ കർഷക സംഘത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് സംഘടനകളിലെല്ലാം സഹായം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷി ഓഫീസറും അതുപോലെ തന്നെ സുരേഷ് കുറ്റൂർ സാറും വളരെ ആത്മാർത്ഥമായ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം തന്നുകൊണ്ട് തന്നെയാണ് ഒരു ആധുനിക രീതിയിലുള്ള ഒരു കൃഷി സമ്പ്രദായം നടപ്പിലാക്കിയിട്ടുള്ളത്. കർഷക സംഘം പെരിങ്ങോം ഏരിയ സെക്രട്ടറി കെ പി ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ജൂണിൽ ടി.ഐ. മസൂദൻ MLA ആണ് ഇവിടെ വിളവ് ഇറക്കിയത്. ഇത് നമ്മുടെ പാറോത്തുന്നീരിലെല്ലാം ഏതാണ്ട് എല്ലാ വീടുകളിലും സ്വന്തം ആവശ്യത്തിനുള്ള മഞ്ഞൾ കൃഷി ചെയ്യുന്നതാണ്. 2 കൊല്ലം മുമ്പാണ് വ്യാപകമായി പലരും ഈ പ്രതിഭ മഞ്ഞൾ വിത്ത് മറ്റിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് കൃഷി ചെയ്തിട്ടുള്ളത്. സാമാന്യം മെച്ചപ്പെട്ട വിളവാണ് ഈ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത് എന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നമുക്ക് മാർക്കറ്റിൽ നിന്ന് മഞ്ഞൾപ്പൊടിയാണ് കിട്ടുന്നത്, മഞ്ഞൾപ്പൊടിയല്ല. അപ്പോൾ മഞ്ഞൾപ്പൊടി കഴിക്കണമെങ്കിൽ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുക. അത് ഒരുപാട് അസുഖങ്ങൾ വരാതിരിക്കാനും നല്ല പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നതുമാണ്. കൂടുതൽ പച്ചക്കറി കഴിക്കുന്നതിൽ നിന്ന് ആളുകൾ മാറുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരുപാട് പ്രദേശങ്ങളിൽ ക്യാൻസർ രോഗം വ്യാപകമാകുന്നുണ്ട്. ക്യാൻസറിനെ പ്രതിരോധിക്കാനും അതില്ലാതാക്കാനും മനുഷ്യ ശരീരത്തിന് ഒട്ടനവധി പ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കുന്നതാണ് മഞ്ഞൾ. പഴയ കാലത്തെല്ലാം പ്രസവ ശുശ്രൂഷയ്ക്ക് പ്രധാനപ്പെട്ട ഒരിനം മഞ്ഞൾ പൊടിയാണ്. കൃഷിക്കാർക്ക് കാർഷിക സേവനം എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഈ 2 പേരെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ആദ്യമായി സംസാരിക്കുന്നതിന് വേണ്ടി കൃഷി ഓഫീസറെ ക്ഷണിക്കുന്നു. ചെറുപുഴ കൃഷി ഓഫീസർ പി അഞ്ജു വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ, കെ കരുണാകരൻ എന്നിവർ പ്രസംഗിച്ചു. സ്കിൽ ഡെവലപ്മെൻറ്റ് മൾട്ടിപർപ്പസ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഏകദേശം 117ഓളം മെമ്പേഴ്സ് ഉണ്ടെന്നാണ് വിദ്യാർത്ഥി പറഞ്ഞത്. അവരുടെ നേതൃത്വത്തിലാണ് ഇത്രയും വലിയൊരു സ്ഥലത്ത് ഏകദേശം 80 സെൻറ്റോളം വരുന്ന സ്ഥലത്ത് പ്രതിഭ എന്ന് പറയുന്ന വെറൈറ്റി മഞ്ഞളാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പം വളരെ നല്ലൊരു വിളവ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതൊരു തുടക്കം ആവണം എന്നാണ് പറയാനുള്ളത്. ഇതുപോലെ മഞ്ഞൾ പോലെ തന്നെ ഇനിയും കൂടുതൽ വിളകൾ നിങ്ങൾ ചെയ്തുകൊണ്ട് നല്ലൊരു സക്സസ് ഉണ്ടാവുകയും പറഞ്ഞ പോലെ നമ്മൾ ഉൽപ്പാദനം മാത്രമല്ല അതിനെ കൂടുതൽ വിപണനങ്ങൾക്കുള്ള സാധ്യതകൾ കൂടി പരിഗണിച്ചുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇതും കൂടി ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. ഈ വ്യാപനം എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് സബ്സിഡി നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. കൃഷി വകുപ്പിന് ചെയ്യാൻ പറ്റുന്ന പരമാവധി സഹകരണങ്ങൾ തീർച്ചയായും ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സൊസൈറ്റിയുടെ ഒരു പ്രതിഫലം നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം ഇനി വരുന്ന വർഷങ്ങളിലും നല്ല രീതിയിൽ തന്നെ ഉള്ള പുതിയ പുതിയ വിളകളും ആവട്ടെ, അതേപോലെ തന്നെ നല്ല രീതിയിൽ ഉൽപ്പാദനം ഉണ്ടാവട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. വളവ് ലഭിച്ചിരിക്കുന്നത് കൃഷിഭവൻ ഇതിന് വേണ്ടി നമ്മൾ ഇഞ്ചി മഞ്ഞൾ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് സ്വയം പര്യാപ്തി ഗ്രാമം എന്ന രീതിയിൽ പദ്ധതി രൂപീകരിച്ചുകൊണ്ട് വിത്തുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജന വിള വികസനം, അതുപോലെ തന്നെ
നമ്മുടെ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പദ്ധതി. ഇതിൻ്റെ ഭാഗമായി നമ്മൾ സബ്സിഡി നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ സബ്സിഡി നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രമാത്രം കൃഷിയുണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇടപെടൽ നടത്തിക്കൊണ്ട് അതിനാവശ്യമായ സബ്സിഡി ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. സാധാരണ നമുക്ക് ഓരോ പഞ്ചായത്തിലും ടാർഗറ്റ് അനുവദിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൽ കൂടുതൽ ഇവിടെ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പ്രധാന മാതൃകയാണ്, നമ്മുടെ പഞ്ചായത്തിന് ഏറ്റവും ഉത്തമമായ മാതൃകയാണ്. ഇപ്പോൾ ഗോപാലട്ട് സംസാരിച്ചതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം തന്നെ വിഷലിപ്തമായ ഭക്ഷ്യവസ്തുക്കളാണ് ലഭിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ പ്രദേശത്തെയെങ്കിലും അതിൽ നിന്ന് മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള കൃഷി ചെയ്ത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒരു പ്രൊജക്റ്റ് വിജയേട്ടൻ പറഞ്ഞതനുസരിച്ചിട്ട് ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി കൊടുത്തിരുന്നു, അത് വ്യവസായ വകുപ്പിന് സമർപ്പിക്കുന്നതിന് വേണ്ടി. അപ്പോൾ പഠനം നടത്തുക, അത് പഞ്ചായത്തിന് സ്വയം പര്യാപ്തിയിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നു ആ പ്രൊജക്റ്റിൽ ഉണ്ടായിരുന്നത്. നിർബന്ധം തുടരണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും പ്രദേശത്ത് ഇനി കൃഷി വേണമെങ്കിൽ വളം മാറ്റി ചെയ്യാം, അടുത്ത പ്രാവശ്യം ഇഞ്ചി ചെയ്യാം. ഇഞ്ചി മഞ്ഞൾ പ്രോത്സാഹനം എന്ന രീതിയിൽ നമുക്കത് നടത്താൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞാലും അതിനനുസരിച്ചുള്ള ധനസഹായം നൽകുന്നതിനാവശ്യമായ സപ്പോർട്ട് കൃഷിഭവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതുകൊണ്ട് ഈ ഉദ്യമത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.